തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം. അങ്ങനെ തോൽക്കില്ല. നിങ്ങൾ ചിലപ്പോൾ ഉത്തരം പറയേണ്ടി വരും. എന്തിന്? ആൻസർ എന്തെന്നാ അതിന്റെ ക്ലൂ കിട്ടിയില്ല. ഇല്ല, ഞാൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ടാ ഇപ്പൊ പരിപാടി അവതരിപ്പിച്ചോണ്ടിരിക്കുന്നത്. ശരി. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ എന്നെ അവഗണിച്ചതിനുള്ള ഉത്തരം നിങ്ങൾ ചിലപ്പോ പറയേണ്ടി വരും. അതെന്താ അത്? അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരാൾ ഇറക്കുവാണ് ഉത്തരം പറയാൻ. എവിടെ നിന്ന് ഇറക്കിയത് ആളെ? ലെറ്റ്സ് വെൽക്കം ആൻസർ കുട്ടി ഓൺ സ്റ്റേജ്. ഉത്തരം മുട്ടുമ്പോൾ ഞങ്ങൾ കൊഞ്ഞിനെ കുത്തും. ആള് വരുമ്പോ കൊഞ്ഞനും കുത്തിക്കോളും. ചോദിക്ക്, എനിക്ക് വേണ്ടി ചോദിക്ക്. എന്നെ ഇവിടെ നാണം കെടുത്ത ആൻസർ കുട്ടി. എന്തിന് അറിയില്ല, ചേട്ടന്റെ കഴിവ് കൂടുതൽ കണ്ടോണ്ടാണെന്ന് തോന്നുന്നു. എന്തിനാ കളിയാക്കണേ? ഇതാ ചോദിക്കുന്നേ, ഇതാ ചോദ്യം. എന്റെ പൊന്നെ ചോദിക്ക, എനിക്ക് വേണ്ടി സംസാരിക്കും. പുറത്ത് വെച്ചിട്ട് നമ്മൾ അത്രയും കൂട്ടായിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പൊ എന്റെ ഇവിടെ ഇത്രയും 3 പേരും ശരിക്കും കൂട്ടാണോ? പിന്നെ കൂട്ടല്ലേ? ഇല്ല, ആ എനിക്ക് തോന്നുന്നില്ല. മോടെ ആ ഒരു എക്സ്പ്രഷനിൽ നിന്ന് അങ്ങനെ സൗണ്ട് കേട്ടു. ആണോ ആൻസർ കുട്ടി? എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചു വരുത്തിയതാ. ആൻസർ കുട്ടി, എന്തോ എനിക്ക് കിട്ടേണ്ട ആൻസർ ഡെയിനുമായിട്ട് ഭയങ്കര സ്നേഹത്തിലാണോ, ഇഷ്ടമാണോ? ഇഷ്ടമാ. അങ്കിളൊന്ന് ആൻസർ കുട്ടി എന്തോ നല്ല ഭംഗിയായിട്ട് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അതെ. ഏത് പാട്ടാ പാടാൻ വന്നേക്കണേ? പൂവിരിഞ്ഞല്ലോ ഇന്നെന്റെ മുറ്റത്ത്. കാണുമെന്നല്ലോ ഇന്നെ ജീവന്. ആരാണ് ഇത്? മ്യൂസിക് ശ്യാം സാർ, ലിറിക്സ് സത്യനന്ദികാട് സാർ, ആൻഡ് സിംഗേഴ്സ് യേശുദാസ് സാർ ആൻഡ് പി സുശീലമ്മ. പിന്നെ സിനിമയുടെ ഇയർ 1979 ആൻഡ് സിനിമയുടെ പേര് എനിക്ക് ഞാൻ സ്വന്തം. എനിക്ക് നാൻ സ്വന്തം. നാൻ. ഓക്കെ, ശരിക്കും ഉറക്കം വന്നു അല്ലേ? ഞാൻ ആരീരോ കേട്ടപ്പോ എല്ലാവർക്കും ഉറക്കം വന്നോ? വന്നു എനിക്ക് വന്നു. വന്നാ? ആൻസർ കുട്ടി എന്തോ നല്ല സ്മൂത്ത് ആയിട്ട് മോള് പാടിക്കൊണ്ട് പോയി. അപ്പൊ അത് കാരണം എല്ലാവർക്കും ഉറക്കം ഇങ്ങനെ ഒരു ചായ പോലെ വന്നു എന്നാണ് ഇവിടെ പൊതുജന സംസാരം. നന്നായിരുന്നു കേട്ടോ. ചില സ്ഥലങ്ങളൊക്കെ കുറച്ച് പതിഞ്ഞു പോയി. പഞ്ചവാദ്യം തേരോട്ടം, അത് കഴിഞ്ഞ് അമ്പലത്തിലെ ഉത്സവത്തിന് 1000 തേര്, അവിടെയൊക്കെ കുറച്ചുകൂടെ ഒന്ന് ബലപ്പിക്കാം മോക്ക്. അങ്ങനെ തോന്നുന്നുണ്ടോ? തോന്നിയില്ല, എന്നാലും ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഒന്ന് പാടി നോക്കി. അമ്പലത്തിലെ ഉത്സവത്തിന് 1000 തേര്, ചെണ്ടമേളം തകിലുമേളം പഞ്ചവാദ തേരോട്ടം. അടുത്ത് അമ്പലത്തിലെ ഉത്സവത്തിന് 1000 തേര്, ചെണ്ടമേളം തകിലുമേളം പഞ്ചവാദ തേരോട്ടം. മൂവന്തിക്ക് തലപ്പൊഴി, ദേവരിക്ക് പൂക്കാവടി. എന്തോന്നിന് പൂക്കാവടി? ദേവരിക്ക് പൂക്കാവടി. തേവർക്ക്. അതൊക്കെ ക്ലാരിറ്റി വേണം കേട്ടോ മോളെ. സംഭവം കൊള്ളാം. ഒരു കാര്യം കൂടെ മോള് അങ്കിളിന് വേണ്ടി ചെയ്യണം. ഈ പാടുമ്പോ ചിരിച്ചോണ്ട് പാടണം. ഇത് മോള് പാടുമ്പോഴത്തെ ഏതാണ്ട് ഒരു കട്ടുറുമ്പ് കടിച്ച പോലെ ഉണ്ട്. ബാക്കിലും കണ്ട് ഒരു കട്ടുറുമ്പ് ഇടുന്ന നീ പാടടി എന്ന് പറഞ്ഞു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.